പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും വീടുകൾക്കകത്ത് തങ്കം വരട്ടെ. എല്ലാ ദൈവവചന വിശ്വാസികൾക്കും എൻ്റെ സ്നേഹവന്ദനം. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തിയായി വ്യാപരിക്കുന്ന ദൈവവചനത്തെക്കുറിച്ച് കർത്താവ് ഒരിക്കൽ പറഞ്ഞത്, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടും ജീവിക്കും എന്ന് പറയുമ്പോൾ, ആ വചനം കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ശക്തിപ്പെട്ടു നിൽക്കുന്ന ദൈവജനവും ആ വചനം കൊണ്ട് ജീവിക്കുന്ന ദൈവജനങ്ങളും വചന നിമിത്തം ജീവിച്ചു പോകുന്നതായ കുറേ ആളുകളും ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവമായി അറിഞ്ഞിരിക്കേണ്ടതും ജീവിതത്തിൽ ഒരേപോലെ പ്രയോജനപ്പെടുന്നതുമായ ചില വചന സത്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. സത്യത്തിൽ ഈ ഒരു ഭാഗം കേട്ടപ്പോൾ ഈ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരെ കർത്താവ് അവരോട് തിരുവെഴുത്തുകളെ തെളിയിച്ചു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു എന്നാണ് സാക്ഷ്യം പറയുന്നത്. എന്നാൽ എനിക്കിത് കേട്ടപ്പോൾ എൻ്റെ വേറിട്ട ചിന്തകളുടെ അണക്കെട്ട് പൊട്ടിയൊഴുകുന്നൊരനുഭവം എൻ്റെ മനസ്സിലുണ്ടായി. എല്ലാ ചിന്തകളുമായി ഇന്ന് നിങ്ങളുടെ മുന്നിൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വചനത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവർക്കും വചനത്തെ കച്ചവടം ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരേപോലെ പ്രയോജനകരമായ ചില ആശയങ്ങളെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കിത് കേട്ടപ്പോൾ ബൈബിളിലെ കുറേ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ യഹോവ മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അവരുടെ ഇടയിൽ വന്ന് അവരോട് സംസാരിക്കേണ്ടത് നിങ്ങളുടെ ആഭരണങ്ങളെ നീക്കിക്കളക. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം പ്രസ്താവനയിൽ നിന്നൊരു കാര്യം മനസ്സിലായി. ദൈവത്തിന് തൻ്റെ ജനത്തോട് ഇടപെടണമെങ്കിൽ അത് ആഭരണം നീക്കിക്കളയണം. അതിൻ്റെ കാരണം എന്നെ മനസ്സിലാക്കിച്ചത്, ഈ ആഭരണം ധരിക്കുന്നവരുടെയൊക്കെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരമാണ്. കാരണം ചില പുരുഷന്മാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു മാലയുണ്ടെങ്കിൽ അവരതിൻ്റെ ഒരു സൈഡിലെ ബട്ടൺ തുറന്നിട്ട് വെച്ച് ഇങ്ങനെ ഷർട്ട് ഇങ്ങനെ കയറ്റി വലിച്ചിരുന്ന് പറഞ്ഞാൽ ഈ മാല കിടക്കുന്നത് മറ്റുള്ളവർക്ക് കാണണം. അതിൻ്റെ ഉള്ളിലെ മനോവികാരം എന്ന് പറയുന്ന ഒരു ചെറിയൊരു അഹങ്കാരമാണ്. അഹങ്കാരികളോട് അല്ലെങ്കിൽ നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു എന്നാണ് വചനം. അപ്പോൾ അങ്ങനെ എതിർത്ത് നിൽക്കുന്ന ജനത്തോട് ദൈവത്തിന് സംസാരിക്കാനും ഇടപെടാനും കഴിയാത്തത് കൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മധ്യേ വന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടതിന് ആഭരണം നീക്കിക്കളക. അപ്പോൾ മോശയ്ക്കൊരു കാര്യം ഈ ചെറുപ്പക്കാരനോട് പറയാനുള്ളത്, അതായത് നിങ്ങളുടെ വീടുകളിലേക്ക് തങ്കം വരാൻ പോകുകയാണെന്ന് പറഞ്ഞ ആ സഹോദരനോട് മോശ ഒരു കാര്യം പറയുക, എടാ മോനെ, ഞങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ദൈവത്തിന് ഇതു നിമിത്തം ഞങ്ങളോട് ഇടപെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ദൈവം നിൻ്റെ ഭവനത്തിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു മോനെ ഈ സാധനം അകത്ത് കയറ്റരുത്. അല്ല, ചിലരൊക്കെ പറയും, അങ്ങ് തങ്കത്തിരുവീതികളിലൂടെ പരിലസിച്ച് നടക്കാനുള്ള നിങ്ങൾക്ക് ഇവിടെ തങ്കം കാണുമ്പോൾ പേടിയാണെന്ന്. അതൊക്കെ വെറും ബാലിഷ്യമായതും ഇടുങ്ങിയതുമായ ചിന്താഗതിക്കാരങ്ങനെ പറയത്തുള്ളൂ. അതിൻ്റെ ശരിയായ ആശയം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നെ വിളിക്കാം, ഞാൻ അവരുമായിട്ട് സംസാരിക്കാം, അതിൻ്റെ ആശയം എന്താണെന്ന് പറയാം. ഈ പണ്ട് യഹോസാക്ഷിക്കാർ പറയാറുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, റിസർവ് ബാങ്ക് 1 രൂപയുടെ കോയിൻ പുറത്തേക്ക് വിടണമെങ്കിൽ 40 പൈസയുടെ 40 ആണോ 60 പൈസയുടെ സ്വർണം റിസർവ് ബാങ്കിൽ കെട്ടിവെക്കണം. എങ്കിൽ മാത്രമേ 1 രൂപ നമ്മുടെ പുറത്ത് വരത്തുള്ളൂ.
അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്നത്, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന 1 രൂപയ്ക്കകത്ത് 60 പൈസയുടെ സ്വർണ്ണമുണ്ട്. ഞാൻ പറഞ്ഞ അതിനിപ്പോൾ എനിക്കെന്തുവാ? അപ്പോൾ നിങ്ങൾ സ്വർണ്ണം ഉപയോഗിക്കുന്നവരല്ലേ? ഞാൻ പറഞ്ഞ് എൻ്റെ ഈ അപ്പൻ ഈ കീടനാശിനികൾ കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരനാണെന്നിരിക്കട്ടെ, അദ്ദേഹം വിൽക്കുന്ന ഓരോ രൂപയ്ക്കും ഇത്ര ശതമാനം ലാഭം അഥവാ കമ്മീഷൻ എന്ന് പറയുന്ന തുകയുണ്ട്. ആ തുക കൊണ്ടുവന്നിട്ട് പറയുക, മക്കളെ ഇത് വിഷം വിറ്റിട്ട് കിട്ടിയ പൈസയുടെ തുകയാണ്, അതുകൊണ്ട് ഇതിനകത്ത് വിഷമുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത് എൻ്റെ അപ്പനെ പറയുകയല്ല, രണ്ടത് പറഞ്ഞ് ഞാനിട്ട് വിശ്വസിക്കുകയില്ല. അപ്പോൾ ആ വക കുനിഷ്ഠ ചിന്തകൾ കൊണ്ടുവന്നാൽ അതിനകത്ത് ന്യായമുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക. അപ്പോൾ മടങ്ങി വരട്ടെ. തങ്കത്തിരുവീതിയിലൂടെ നടക്കുന്നില്ലെങ്കിൽ അതൊന്നും ആരുടെയും കഴുത്തിലും കെട്ടി തൂക്കിയിട്ട് ഇസ്രായേൽ ജനം തത്തി തത്തി നടന്നതുപോലെ ആരും അത് ചെല്ലുമ്പോൾ ഇങ്ങനെ കഴുത്തെ തൂക്കിയിട്ടിട്ട് ആ തങ്കത്തിരുവീതിയിലൂടെ നടന്ന് കുറേ തങ്കം പിറക്കിയെടുത്ത് മൂക്കയിലും ഒട്ടിച്ച് കണ്ണിലും ഒട്ടിച്ച് ചെവിയിലും ഒട്ടിച്ച് തൂക്കിയിട്ട് തത്തി തത്തി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇനി അടുത്ത ഒരാശയം പറയാം. നാളെ നിങ്ങളുടെ വീട്ടിൽ തങ്കം വരാൻ പോകുന്നു എന്ന് ബൈബിൾ വചന പ്രസംഗത്തിന് വേണ്ടി കയറി നിന്ന ഈ സഹോദരനോട് ഞാൻ പറയട്ടെ, പണ്ടത്തെ ദൈവദാസൻ അഭിഷേകമുണ്ടായിരുന്നവർ പറഞ്ഞത്, കർത്താവ് നിൻ്റെ വീട്ടിൽ വരാൻ പോകുന്നു, തങ്കമ്മ വരാൻ പോകുന്നു, തങ്കച്ചൻ വരാൻ പോകുന്നെന്നും തങ്കം വരാൻ പോകുന്നൊന്നും അല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇതെല്ലാം ഉണ്ടായിരുന്ന 2 പേരെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് സക്കായി. അവൻ ധനവാനായിരുന്നു, ഇഷ്ടം പോലെ ധനമുണ്ട്, കാരണം ചുങ്കക്കാരുടെ പ്രമാണിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ യേശു ചെന്നിട്ട് പറഞ്ഞ്, സക്കായിയെ, നിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇഷ്ടം പോലെ പണമുണ്ടല്ലോ, ഇനി തങ്കം വരാൻ പോകുന്നു എന്നല്ല പറഞ്ഞേ, രക്ഷ വന്നിരിക്കുന്നു. അപ്പോൾ പൊന്നു സഹോദര, ഈ രക്ഷ എന്താണ്, സ്വർണം എന്താണ്, തങ്കം എന്താണെന്നൊക്കെ ഒന്ന് പോയിരുന്ന് പഠിക്ക്. വെറുതെ ജനത്തെ നശിപ്പിക്കാതെ. ധനവാനായ സക്കായിയോട് പറഞ്ഞത്, നിൻ്റെ വീടിന് രക്ഷ വരാൻ പോകുന്നു. ഇന്നങ്ങനെയാ, ഇഷ്ടം പോലെ പണമുണ്ട്, സക്കായിക്കുള്ളതുപോലെ സ്ഥാനമുണ്ട്, മാനമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ വീടിനകത്ത് എന്തില്ല? രക്ഷയില്ല. അപ്പോൾ കർത്താവ് വന്നത് തങ്കം തരാനല്ല, പണം തരാനല്ല, രക്ഷ ആവശ്യമുള്ളവർക്ക് കൊടുക്കാനാണ്. ഇനി ബൈബിളിൽ നിന്ന് വേറൊരാളെ പരിചയപ്പെടുത്തി തരാം. ഒരു ധനവാനായ ഒരു യുവാവ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, ഗുരു, ഞാൻ നിത്യജീവനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? ഇവിടെ നിത്യജീവനോട് വന്നവനോട് പണം കൊടുക്കുമെന്ന് പറഞ്ഞു വിടുമ്പോൾ, അവിടെ പണമുള്ളവൻ വന്നിട്ട് നിത്യജീവനെ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ വചനത്തിൽ നിന്ന് പറഞ്ഞു. ഇനി പ്രിയ സഹോദരങ്ങളോട് പറയട്ടെ, സത്യത്തിൽ യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതെന്നും മനുഷ്യവർഗത്തിനു വേണ്ടി യാഗമായി തീർന്നത് എന്തിനാണെന്നും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ വേണ്ടത് എന്താവശ്യത്തിന് വേണ്ടിയാണെന്നോ ഈ നിമിഷം ഒന്ന് ചിന്തിക്കാമോ? തങ്കത്തിന് വേണ്ടിയാ? പൊന്നിന് വേണ്ടിയാ? പണത്തിന് വേണ്ടിയാ? നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് ഒത്തിരി ചിന്തകളുണ്ട്. എങ്കിലും ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ചില ചിന്തകൾ മാത്രം പങ്കുവയ്ക്കട്ടെ. നമ്മളുടെ വീട്ടിൽ എന്തെല്ലാം ആഹാര വിഭവങ്ങൾ ഉണ്ടാക്കിയാലും അതിൽ ഉപ്പ് ചേർന്നില്ല എങ്കിൽ അതിന് രുചിയില്ല. പചനത്തിൽ പറയുന്നതെങ്ങനെയാണ്? മുട്ടയുടെ വെള്ള ഉപ്പ് കൂടാതെ തിന്നാൻ പറ്റുമോ? അത് തിന്നാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ഭക്ഷണത്തിന് രുചിയുണ്ടാക്കുന്നത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് അതിപ്രധാനപ്പെട്ട സാധനമാണ് ഭക്ഷണപാനീയങ്ങൾക്ക്. പക്ഷേ ഉപ്പിനൊരു അളവുണ്ട്. ആ അളവ് കവിഞ്ഞു പോയാൽ ഒരു വ്യക്തിയും ആ ഭക്ഷണം കഴിക്കത്തില്ല. ഉദാഹരണം പറയട്ടെ, നിങ്ങൾക്ക് 100 രൂപയുടെ ഒരു ആവശ്യമുണ്ട്. അതിൻ്റെ 10 ഇരട്ടി ആയ 1000 രൂപ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും. നിങ്ങളുണ്ടാക്കിയ കറിക്ക് 1 സ്പൂൺ ഉപ്പ് മതി, അതിനകത്തൊരു 10 സ്പൂൺ
ഉപ്പിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് താരതമ്യപ്പെടുത്തണം. കാരണം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന് കർത്താവിൻ്റെ അനുയായികൾ നോക്കി പറഞ്ഞിരിക്കുന്നതിൽ വളരെ അർത്ഥങ്ങളുണ്ട്, ഒത്തിരി ആശയങ്ങളുണ്ട്. ഞാനത് പറയാനല്ല, ഞാൻ പറയാൻ വന്ന പോയിന്റ്, കർത്താവിൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് അന്നന്നുള്ളത് തരണം, അന്നന്നത്തേക്കുള്ളത് തരണം. അതവിടെ ഇരിക്കട്ടെ. യേശുവിനെ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പിശാച് കാണിച്ചു കൊടുക്കുക, സകലതും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഈ കാണുന്നതെല്ലാം എൻ്റേതാണ്, അത് ഞാൻ നിനക്ക് തരാം. ഇത് പറയുന്ന സന്ദർഭം ഒന്ന് ഓർക്കണമേ. യേശുവിൻ്റെ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, ജനിച്ചത് സത്രത്തിൽ, അന്ന് കിടന്നത് പുൽത്തൊട്ടിയിൽ, ചിലരൊക്കെ പറയുന്നത് കാലിത്തൊഴുത്തിൽ പിറന്നവനെ, അതാരാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ബൈബിൾ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരാളുണ്ടോയെന്ന്. യേശു ജനിച്ചത് സത്രത്തിൽ, കൊണ്ടുപോയി കിടത്തിയത് പുൽത്തൊട്ടിയിൽ. അപ്പോൾ സ്വയമായി സ്വന്തം ജനനം സംഭവിക്കാൻ പോലും സ്വന്തമായി ഒരു ഭവനമില്ലാത്തവൻ, നാട് ചുറ്റി സഞ്ചരിച്ചവൻ, മലകളിലും അങ്ങനെയുള്ള ഇടങ്ങളിലും പോയി വിശ്രമിച്ചവൻ, പ്രാർത്ഥിച്ചവൻ, അന്തി ഉറങ്ങിയവൻ. ആ യേശു ദരിദ്രനായി ഭൂമിയിലേക്ക് വന്നു. ഒരു 40 ദിവസവും ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ പേരിൽ അനേക സ്വത്തുക്കൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, വലിയ വലിയ ഏക്കർ കണക്കിന് ഭൂമി, വലിയ മഹത്തുക്കളെല്ലാം വന്നപ്പോൾ ജനവും ശിഷ്യന്മാരും പറഞ്ഞു യേശുവിൻ്റെ ഉപവാസം ഭയങ്കര വിടുതലായിരുന്നു. പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വാരിക്കോരി ദൈവം ഞാൻ അനുഭവിച്ചു. ഈ സഹോദരൻ പറഞ്ഞു കേട്ടോ, കാരണം ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുകയാണ്. ഇതുപോലെ തന്നെ പിതാവ് എന്നെ അനുഗ്രഹിച്ചു, ഞാനിന്ന് അനുഗ്രഹിക്കപ്പെട്ടവനാണ്. വേണമെങ്കിൽ പിശാചാവശ്യപ്പെട്ടതുപോലെ ഒന്ന് നമസ്കരിച്ചുവെങ്കിൽ വാരിക്കോരി അളവ് കൂടാതെ തരുമായിരുന്നു. ഇനി ശ്രദ്ധിച്ചോ, യേശു പറഞ്ഞു സ്വർഗത്തിലെ പിതാവിനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അന്നന്നത്തേക്കുള്ളത് തരണം. ഇപ്പോഴൊരു കക്ഷി പറയുന്നു ഈ കാണുന്നതെല്ലാം തരാം, നിങ്ങളാണെങ്കിൽ എവിടേക്ക് പോകും? ആലോചിച്ച് തന്നിൽ തന്നെ മറുപടി പറയുക. ഒരാൾ പറയുന്നു ഞാൻ അന്നന്നത്തേക്കുള്ളത് തരാം, ഒരാൾ പറയുന്നു ഞാൻ ഈ കാണുന്ന മുഴുവനും തരാം. എങ്ങോട്ട് പോകാനാണ് സാധ്യത? അതിൻ്റെ കാരണം പറയാം. യേശു ഒരിക്കൽ ഒരു സന്ദർഭത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു നാണയം തരാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ മേലെഴുത്തും സ്വരൂപം ആരുടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കൈസറുടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുത്തിട്ട് പറഞ്ഞു കൈസർക്കുള്ളത് കൈസർക്ക് കൊടുവിൻ. മനസ്സിലായല്ലോ? കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കാൻ. കൈസർക്കുള്ളത് എന്താ? പണം. ആ പണം അത് കൈസർക്കുള്ളതാണ്, അതിനെ നിയന്ത്രിക്കുന്നത് അവനാണ്. എന്നാണ്ട് പറഞ്ഞാൽ ഇത് ചക്രം എന്ന് പറയാൻ കാരണം ഇത് എങ്ങോട്ട് വേണമെങ്കിലും ഉരുളാം. ശരി, നല്ലൊരാശയം. പക്ഷേ ഇവിടെ കർത്താവ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് പണവും സമ്പത്തുമൊക്കെ അത് അവനുള്ളത്, അവനാണ് നിയന്ത്രിക്കുന്നത് എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ യേശു പറഞ്ഞത് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ഇവിടെ ഒരു കാര്യം, യേശു തന്നിട്ട് പോയ സാധനം ഇല്ല എങ്കിൽ, അതായത് സമാധാനമില്ലെങ്കിൽ, കൈസർ വാരിക്കോരി തരുന്ന സാധനം കൊണ്ടൊന്നും അത് മേടിക്കാൻ പറ്റത്തില്ല. പണം കൊണ്ടൊന്നും സമാധാനം മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കണം. യേശുവിൻ്റെ ഉപവാസം കഴിഞ്ഞപ്പോൾ അളവില്ലാത്ത സമ്പത്ത് കയ്യിൽ വന്നെങ്കിൽ യേശുവിനോട് ചോദിക്കാം, അങ്ങ് ഞങ്ങളോട് പഠിപ്പിച്ച പ്രാർത്ഥന അന്നന്നത്തേക്കുള്ള തരുമെന്ന്. അത് സ്വർഗത്തിലെ പിതാവ് തരുന്നത്. പിന്നെ കർത്താവെ അങ്ങക്ക് ഇതിന് മാത്രം ഇങ്ങനെ കിട്ടിയത് എങ്ങനെയാ? പിതാവ് തന്നതാണോ? ഇനി ആദ്യം പഠിപ്പിച്ച വാക്കുകൊണ്ട് ചേർത്ത് വെച്ച്
കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം. ഇത് കൈസറുടെ കയ്യിരിക്കുന്ന സാധനമാണ്, അത് കൈസർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും. ഇനി ഒന്നും കൂടി പറയാം, കൈസറിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ കൈസർ അതുമാത്രം വാരിക്കോരിട്ട് തരും. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ അന്നന്നത്തേക്കുള്ളത് തരും. ഈ അന്നന്നത്തേക്ക് തരാൻ കാരണം എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത പറയാം. യഥാർത്ഥമായത് ദൈവമക്കളുടെ ജീവിതം എപ്പോഴാണ് തീരുന്നതെന്ന് അറിയില്ല. ഇന്ന് കർത്താവ് വന്നേക്കാം, ഇന്ന് കർത്താവ് വരുവാണെങ്കിൽ നമ്മളൊരു 10 ദിവസത്തേക്ക് വീട്ടിൽ കഴിയാനുള്ള സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. കർത്താവ് ഇന്ന് വരുന്നു, ആ സാധനം വേസ്റ്റായി പോയില്ല, നമ്മളെ സംബന്ധിച്ച് വേസ്റ്റായി പോയില്ല. ഞാൻ എൻ്റെ ഒരു ചിന്ത പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അത് തീർച്ചയായിട്ടും വേസ്റ്റായി പോകും. അപ്പോൾ അന്നന്നത്തേക്കുള്ളത് മേടിച്ച ഒരു ഗുണം പറയുക അല്ല, നമുക്കൊരു കുറേ വർഷം കഴിയാനുള്ള സാധനം മേടിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും വരികയല്ല. ദാവീദ് പറഞ്ഞല്ലോ, ഞാൻ സമ്പന്നനായിട്ട് നിന്നെ മറന്നു പോകുവാനും ദരിദ്രനായിട്ട് നിന്നെ നിന്ദിപ്പാനും ഇടവരരുത്. ശരി തന്നെയാണ്. നമുക്ക് തന്നെയാണെങ്കിലും 15 വർഷം മുമ്പ് വിളിച്ച ഒരു സഹോദരൻ കുറേ നാളുകളായിട്ട് 1 വർഷമായി, 2 വർഷമായി, 10 വർഷമായി, 15 വർഷമായി നമ്മൾ വിളിക്കാറില്ലെങ്കിൽ ആ ബന്ധം അകന്നു പോയി, അവർ നമ്മുടെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഡെയിലി വിളിക്കുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നമ്മോട് കൂടെയുണ്ട്, നമ്മളെപ്പോഴും അവരോട് കൂടെയുണ്ട്, കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഒരു 10 വർഷത്തേക്കുള്ള എല്ലാ സാമ്പത്തിക ഭൗതിക ആവശ്യങ്ങൾ കർത്താവ് എനിക്ക് നിറവേറ്റി തന്നാൽ പിന്നെ ഞാൻ 10 വർഷത്തേക്ക് കർത്താവിനെ പോകാറില്ല, സമയമില്ല. ആ സമയത്ത് വേറെ കാര്യം ചെയ്യാം, കാരണം വിളിച്ചിട്ട് വലിയ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു 10 വർഷമായപ്പോൾ അതിൻ്റെതായ അകലം വന്നു, കൂട്ടായ്മയില്ലാതെയായി. അതേ സമയത്ത് അന്നന്ന് ആവശ്യമുള്ളതാണെങ്കിൽ കർത്താവിനോട് പോയി ചോദിക്കുന്നു, വിളിക്കുന്നു, അപേക്ഷിക്കുന്നു, കരയുന്നു, യാചിക്കുന്നു. അപ്പോൾ ഒരു ഡെയിലി ബന്ധം അവിടെ വരും. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഈ കുറേ വർഷങ്ങളായിട്ട് ഈ കൂട്ടായ്മകളൊക്കെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആമേൻ കർത്താവേ വരണേ. അപ്പം ഞാൻ സംശയം വെച്ച് വെളിപ്പാട് പുസ്തകം വായിച്ചപ്പോൾ എഴുതി വച്ചിരിക്കുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ആമേൻ കർത്താവ് വരണേ. എങ്ങനെ വരണേ? വേഗം വരണേ. യേശു വേഗം വരാമെന്ന് പറഞ്ഞ് യോഹന്നാൻ വരാനും പറഞ്ഞു. അപ്പോൾ വേഗം വരണമെന്നല്ലേ. ഞാൻ ഹൈറേഞ്ചുകാരനാണ്. എൻ്റെയൊക്കെ ബാല്യകാലത്ത് ഇവിടെയൊക്കെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അങ്ങനെ അധികം തിന്നാനും കുടിക്കാനൊന്നുമില്ല. പണക്കാരനായി വെട്ടിത്തെളിച്ചതായ പറമ്പിൽ എന്തെങ്കിലും ദേഹണ്ണങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഫലമെടുക്കാൻ ആളുകൾ പിടിക്കുക. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്. അന്ന് പറഞ്ഞ് ഭക്തന്മാർ, ആമേൻ കർത്താവേ വേഗം വരണമേ. ഇപ്പോൾ ആ ദാരിദ്ര്യമൊക്കെ മാറി, പിന്നെ ഒരുവിധം പറമ്പിൽ ആദായമായി, പണിക്കൂലി നല്ല രീതിയിലുണ്ട്, ജീവിക്കാൻ സുഖമായി കഴിഞ്ഞപ്പോൾ ഈ വേഗം എന്നുള്ളത് മാറ്റി ആമേൻ കർത്താവേ വരണേന്നായി. വേഗമൊന്നും വരണ്ട, വന്നാൽ മതി. ഇങ്ങനെ പോയാൽ കുറേ നാളുകൂടെ വർഷങ്ങൾ കഴിയുമ്പോൾ മക്കളെല്ലാം വിദേശത്ത് പോയി നല്ല സാമ്പത്തികമായി ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് മേടിച്ചിട്ടും അതിൻ്റെ നടുവിൽ ഒരു ബംഗ്ലാവും പണിത് സുഖമായി കാലും ആട്ടി ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാൽക്കട്ടലിരുന്ന് ആടി സുഖിച്ചിരിക്കുമ്പോൾ പറയുന്ന കഥയാണ്, ആമേൻ കർത്താവേ വരണ്ട. കാരണം ഇവിടുത്തെ ജീവിത സുഖമാണ്. യൂട്യൂബിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ പ്രസംഗം വിടാറുള്ള ഒരു സ്നേഹിതൻ, പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ദുരുപദേശത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഞാൻ കുറേ വീഡിയോകൾ ചെയ്തതാണ്. ഇവിടെ പറഞ്ഞപ്പോൾ എന്തൊക്കെക്കാർ കർത്താവ് ഇതേ വരാൻ പോകുന്നു, ഇപ്പോൾ വരും, വേഗം വരും എന്നൊക്കെ പറയുന്നുണ്ട്. വർഷമായി ഇതുവരെ വന്നില്ല, ഇനി വരുകയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരാൾ ഉണ്ട് യൂട്യൂബിൽ, സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ ഒരു പക്ഷേങ്കിൽ അദ്ദേഹം മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട്, പെന്തക്കോസ്തുകാർ ഇങ്ങനെ പറഞ്ഞ് കർത്താവ് ഇതാ വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേവരെ വന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞും പ്രസംഗിച്ചും കേട്ടും മടുത്ത് നിരാശപ്പെട്ടു പോയ ആളുകളാണെങ്കിൽ ഞാൻ നിങ്ങളോട് കാര്യം പറയാം,
ഈ വേഗം വരുന്നു എന്ന് പറഞ്ഞാൽ ദേ പിടിച്ചോ ഞാൻ ഇപ്പോൾ വരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെ പറയുന്നതിന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് നിന്നാൽ അവിടെ അനൗൺസ്മെൻറ്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഷോർട്ട്ലി എന്നാണ് പറയുന്നത്. ആ വേഗം വരുന്ന പടം, അതായത് നിമിഷങ്ങൾക്കകം ഇവിടെ വന്നു ചേരും എന്നാണ് എൻ്റെ അർത്ഥം. റെയിൽവേ സ്റ്റേഷനിൽ പറയുന്നത് അങ്ങനെയാണ്, ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് പറയുമ്പോൾ. എന്നാൽ യേശു പറഞ്ഞത് അങ്ങനെയല്ല. എന്നാൽ പിടിച്ചോ ഞാൻ ദൈതാ വരുന്നു എന്നല്ല. വേഗം വരുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് യാത്ര തിരിച്ചാൽ പിന്നെ താമസമില്ല, ആ സെക്കൻഡിലൂടെ വരും. അതെടുത്ത് പറയാൻ കാരണം, ദാനിയേൽ എന്ന ഭക്തൻ ദൈവസന്നിധിയിൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മുഴങ്കാലും അടക്കിയ അന്ന് തന്നെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം അവിടുന്ന് അയച്ചു. പക്ഷേ 21-ാമത്തെ ദിവസമാണ് ഭക്തൻ്റെ കയ്യിൽ ആ പ്രാർത്ഥനയുടെ മറുപടി എത്തുന്നത്. ശ്രദ്ധിച്ചോണം, ദൂതൻ വന്നതിന് വേഗത കുറവൊന്നും ഉണ്ടായില്ല, പക്ഷെ ഇടയ്ക്ക് വെച്ചൊന്ന് തടസ്സപ്പെടുത്തി. അതുകൊണ്ട് 21-ാമത്തെ ദിവസമാണ്, അതായത് 20 ദിവസം അവിടെ വൈകി എന്നാണ് അറിയുന്നത്. എന്നാൽ കർത്താവിൻ്റെ വരവിൽ അങ്ങനൊരു വൈകലുണ്ടാകത്തില്ല എന്നതിൻ്റെ അർത്ഥം. കർത്താവ് അവിടുന്ന് പുറപ്പെട്ടാൽ നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി വന്ന ദൂതനെ തടഞ്ഞു നിർത്തിയതുപോലെ ഒരുവനും ഒരു ശക്തിക്കും ഒരധികാരവും കർത്താവിന് തടഞ്ഞു നിർത്തത്തില്ല. ജനിച്ച അന്ന് ഒന്ന് തകർക്കാൻ നോക്കി, നടന്നില്ല. ഇവിടെ വന്ന് പിതാവ് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ മരണം കൈവരിച്ചു. പലപ്പോഴും യഹൂദന്മാർ അവർ കൊല്ലാൻ നോക്കി. യേശുവിനെ അറിയാം യേശു എന്തിനാ ഭൂമിയിൽ നിന്ന് വന്നതോ, യഹൂദന്മാരാൽ കൊല്ലപ്പെടാൻ വന്നതാ. എന്നാൽ പിന്നെ 10 പകൽ മുമ്പ് അങ്ങോട്ട് ഈ സംഭവം കഴിഞ്ഞിട്ട് പോകാൻ പാടില്ലേ? യേശുവിൻ്റെ മറുപടി ഇതാ, എടാ ഞാൻ നിൻ്റെയൊക്കെ കയ്യാൽ കൊല്ലപ്പെടാൻ വന്ന, അതൊക്കെ നീ ഉദ്ദേശിക്കുമ്പോൾ ചുമ്മാ പട്ടിയെ തല്ലിക്കൊല്ലും പോലെ തല്ലിക്കൊല്ലാനല്ല. നിങ്ങൾ എന്നെ എങ്ങനെയാണ് കൊലപ്പെടുത്തേണ്ടതെന്ന് എൻ്റെ അപ്പനൊന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതങ്ങനെ സംഭവിക്കാവുള്ളൂ. 2, നിനക്കൊക്കെ തോന്നുന്ന സമയത്തിട്ട് തല്ലിക്കൊല്ലാനല്ല. ഞാൻ എപ്പോഴാണ് മരിക്കേണ്ടതെന്നും എങ്ങനെയാണ് മരിക്കേണ്ടതെന്നും എന്നെ അയച്ച പിതാവ് ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട്. അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ആ മരണത്തെയും ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. ഹേ മരണമേ നിന്റെ ജയവയോടെ, പാതാളമേ നിന്റെ വിഷമുള്ളവയോടെ എന്ന് ചോദിച്ച് അന്ധകാര ശക്തികളുടെ സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകളോടും വെല്ലുവിളിച്ച് കടന്നു പോയവൻ ഇനി മടങ്ങി വരുമ്പോൾ അവനെ തടഞ്ഞു നിർത്താൻ ആരും ഉണ്ടാകത്തില്ല. ഒരു ശക്തിക്കും അവനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അവൻ അവിടുന്ന് പുറപ്പെട്ടാൽ ഇതാ വേഗം വരുന്നു. മനസ്സിലായോ? ഇനി ആരെങ്കിലും പെന്തക്കോസ്തുകാരെ നിങ്ങൾ യേശു വേഗം വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? അതിൻ്റെ മറുപടി പറയാൻ പഠിച്ചോ? യേശു അവിടുന്ന് പോന്നിട്ടില്ല. പോന്നാൽ വേഗം വരും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ. അന്നത്തെ കാലത്ത് ആമേൻ കർത്താവേ വേഗം വരണമേ എന്ന് പറഞ്ഞിട്ട് ഇന്നതൊക്കെ മടിയായി. ആമേൻ കർത്താവേ വരണേന്നായി. ഇങ്ങനെ പോയാൽ കുറേ കാലം കഴിയുമ്പോൾ ആമേൻ കർത്താവ് വരണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്കാകും. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഇവിടുത്തെ ജീവിത സുഖം വർദ്ധിക്കുന്നതാണ് എൻ്റെ പ്രശ്നം. ഇന്നിവിടെ ഒരു കൂട്ടം ആളുകൾ കർത്താവേ എൻ്റെ പ്രാണനെ അങ്ങോട്ട് നീ എടുക്കാമോ, നിന്നെ ഞാൻ അറിഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ മനസ്സില്ല കർത്താവേ, ഞാൻ സഹിച്ചു മടുത്തു, എന്നെ ആ വിശ്രാമ നാട്ടിലേക്ക് എത്തിക്കാമോ എന്ന് ചോദിക്കുന്ന ജനമുള്ളപ്പോൾ തന്നെ 110-ാം വയസ്സിലും എങ്ങനെയെങ്കിലും ജീവനൊന്ന് പിടിച്ചിടാമെന്നും ചോദിച്ചുകൊണ്ട് ICUവിലും വെന്റിലേറ്ററിൽ പോയി കിടക്കുന്ന ആളുകൾ, ലക്ഷങ്ങൾ മുടക്കി കിടക്കുന്ന ആളുകൾ വേറെയുണ്ട്. ഇത് രണ്ടും ഈ ഭൂമിയിൽ ഞാൻ ഈ പറയുന്ന സമയത്തും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ലോകം ആർക്ക് വേദനയായി തീരുന്നുവോ അവർ പ്രത്യാശയുടെ നാട്ടിൽ ചെല്ലുവാൻ അവർ വെമ്പൽ കൊള്ളുമ്പോൾ, ഈ ലോകം ആർക്ക് സുരക്ഷിതയും
ആനന്ദം ഉളവാക്കുന്നുവോ അവർക്ക് ഇവിടുന്ന് പോകാൻ ഒരു മനസ്സുമില്ല. ഇനി ഞാനൊരു വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഈ വാരി കോരി കൊടുക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും അത് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന്. എന്നാൽ സ്വർഗത്തിലെ പിതാവ് എന്നാൽ ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിരിക്കും, അത് എങ്ങോട്ട് ഒഴുകണമെന്ന് യഹോവയെ നിശ്ചയിക്കുന്നത്. ദൈവം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കും. ആർക്കാണെന്നറിയാമോ? അതിനെ പക്വതയോടും ഭയത്തോടും കൂടി അതിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്ന ധനാഢ്യന്മാരായ ധാരാളം ദൈവമക്കളുണ്ട്. അവർക്ക് ധാരാളം സമ്പത്തുണ്ട്. അവരുടെ സമ്പത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ആ ധനികനായ മനുഷ്യൻ, ആ യുവാവ് ഈ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിത്യജീവനെ പ്രാപിക്കുവാൻ നീ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും. അപ്പോൾ അവൻ ദുഃഖിച്ചു പോയെന്ന് പറഞ്ഞിട്ടില്ല, അവൻ മനസ്സിൽ പറഞ്ഞിട്ട് പോയെന്നല്ലോ, ഈ സമ്പത്ത് കളഞ്ഞിട്ട് എനിക്ക് ആ നിത്യജീവനൊന്നും വേണമെന്നില്ല. അപ്പോൾ അവൻ്റെ പ്രാധാന്യം അവൻ കൊടുത്തിരുന്ന സമ്പത്തിനാണ്. എന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുള്ള ദൈവമക്കളുണ്ട്. അവർക്ക് ആ പണത്തോടല്ല പ്രത്യാശ. അവരുടെ ആർത്തി കിടക്കുന്നതും വചനം പറയുന്നത് നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം ബാങ്കിലൊന്നുമില്ല. അവരുടെ ഹൃദയം, അവരുടെ നിക്ഷേപം ഇരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. പിന്നെ ഇത് എല്ലാവർക്കും ഇത് കൊടുക്കാത്തതിൻ്റെ കാരണം പറയാം. ഞങ്ങളുടെയൊക്കെ ഈ ഹൈ റേഞ്ചിലെ നാട്ടിൽ ഈ മാലിമുളക് കൃഷി നടത്തുന്നവരുണ്ട്. മാലിമുളക് അതിനുണ്ട് കിലോയ്ക്ക് 800-1000 രൂപയൊക്കെ വില വരുന്ന സമയമുണ്ട്. ഒരു ചെടിയിൽ ഒരു ഉദാഹരണം പറയാം. ഒരു ചെടിയിൽ ഒരു വർഷം 5 കിലോ മുളക് കിട്ടും, ഉദാഹരണമാണ്. പക്ഷേ ഇത് കായ്ക്കുമ്പോൾ 5 കിലോ ഒന്നിച്ച് കായ്ക്കത്തില്ല. ഒരു 1/4 കിലോ കായ്ച്ചു, അത് കൊണ്ടുപോയി കൊടുത്തു, 250 രൂപ കിട്ടി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 1/4 കിലോയുടെ കിട്ടി, അത് കൊണ്ടുപോയി കൊടുത്ത് 250 കിട്ടി. ഈ 250 വീതം കിട്ടുമ്പോൾ കടയിലേക്ക് പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു 5-6 രൂപയൊക്കെ മിച്ചം വന്നാലുണ്ട്. എന്നാൽ 5 കിലോ ഒരുമിച്ച് കിട്ടുകയായിരുന്നെങ്കിൽ 5000 രൂപ കിട്ടുമായിരുന്നു. അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് ഒരു ഉപകരണമൊക്കെ മേടിച്ച് സുഖമായിട്ട് സന്തോഷത്തോടെ വരാം. അപ്പോൾ 5000 രൂപ ഒരുമിച്ച് കിട്ടി. ഇനി ഈ കർഷകൻ വന്നിട്ട് സൃഷ്ടാവിനോട് ചോദിക്കുക, കർത്താവ് ഏതായാലും 5 കിലോ കായ്ക്കും, അതെനിക്കൊന്ന് ഒന്നിച്ച് കൊണ്ട് തരുമായിരുന്നെങ്കിൽ എനിക്കൊരു 5000 രൂപ കിട്ടിയല്ലായിരുന്നു. ഈ 1/4 കിലോ തരുന്നതുകൊണ്ട് എനിക്ക് 250 രൂപ കിട്ടിയിട്ട് എന്നെ കാണിക്കാനാണ്. കർത്താവ് പറഞ്ഞു, മോനെ കർഷക, നിൻ്റെ മനസ്സിലെ ആഗ്രഹം എനിക്കറിയാം. 5 കിലോ ഒരുമിച്ച് അതിനകത്ത് തരണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഈ ചെടി ഇത് താങ്ങില്ല മോനെ. 5 കിലോ കായ്ച്ചാൽ അതിൻ്റെ എകരമെല്ലാം ഒടിഞ്ഞു പോകും, അത് വളഞ്ഞു കുത്തും, അത് തകർന്നു പോകും. നിനക്കിട്ട് മൂത്ത മുളക് പറിക്കലും നടക്കില്ല. അതായത് 1/4 കിലോ വീതം കിട്ടിക്കൊണ്ടിരുന്നില്ലേ, അതുപോലും കിട്ടാതെയാകും. ചെടിയും ഉണങ്ങിക്കരിഞ്ഞ് ഒടിഞ്ഞു പറഞ്ഞു പോകും. അതുകൊണ്ടാണ് മോനെ ചെടിക്കത് താങ്ങാനുള്ള കരുത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ 5 കിലോ ഒരുമിച്ച് നിനക്ക് തരാത്തത്. മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് പണം കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് കർത്താവിനറിയാം. പണ്ടൊരു സഹോദരി എല്ലാ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും വരുമായിരുന്നു. പ്രാർത്ഥന വിഷയം, എനിക്ക് ജീവിതമാർഗ്ഗമൊന്നുമില്ല, എനിക്കൊരു പശുവിനെ കിട്ടുമായിരുന്നെങ്കിൽ അതിൻ്റെ പാല് വിറ്റ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എൻ്റെ കാര്യം നോക്കിക്കൊള്ളാമായിരുന്നു പറഞ്ഞ് ഇത് കേട്ടുകൊണ്ട് പ്രാർത്ഥന കൂട്ട് സഹോദരിമാരെല്ലാം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഒടുവിലൊരു പശുവിനെ കിട്ടി. പശുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ സഹോദരി പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, സഭായോഗത്തിന് വരുന്നില്ല, കൂട്ടായ്മയ്ക്കൊന്നിനും വരുന്നില്ല. ചോദിച്ചു, എന്താ സഹോദരി വരാത്ത? എനിക്കിപ്പോൾ അങ്ങനെ വരാൻ സമയമുണ്ടോ? എനിക്ക് പശുവിനെ പുല്ല് മുറിക്കണം, പശുവിനെ കുളിപ്പിക്കണം, കറക്കണം, പാല് കൊണ്ടുപോയി കൊടുക്കണം. എങ്ങനെയുണ്ട്? കർത്താവ് തോറ്റുപോയില്ലേ? ആവശ്യമില്ല മര്യാദയ്ക്ക് വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഹോദരിയാണ്. കർത്താവ് ഒരു അനുഗ്രഹം കൊടുക്കാൻ പോയതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, യോഗവുമില്ല. ഇത് മനസ്സിലായ സംഭവം. ഇത് തന്നെയാണ് ഇക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വചന കച്ചവടക്കാരുടെ മുന്നിൽ പോയിരിക്കുന്നവരെ, നിങ്ങളുടെ ലക്ഷ്യമെന്താ? നിത്യജീവനുള്ള സമ്പത്താണോ? മോശ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ കരുവേലത്തിൻ്റെ ചോട്ടിൽ കുഴിച്ചിട്ട സാധനം കൊണ്ടാണോ കർത്താവ് നിങ്ങളുടെ വീടിനകത്ത് വരാൻ പോകുന്നത്? പിന്നെ
ഞാനതിൻ്റെ ഒരു കമൻ്റ് ഇട്ടായിരുന്നു, സഹോദര കുറച്ചൊക്കെ പരിജ്ഞാനം വേണം. ശബരിമലയിൽ നിന്ന് ഈ ഇടയ്ക്ക് കുറേ സാധനം കാണാതെ പോയിട്ടുണ്ട്. നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുതരാൻ പോകുമെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ അർത്ഥം ഞങ്ങളൊക്കെ എന്നാ ചിന്തിക്കണം? അവിടെ കാണാതെ പോയ സാധനം ഇവിടെ വീതം വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ എന്ത് ചിന്തിക്കണം? കുറേയൊക്കെ പരിജ്ഞാനം വേണ്ടേ ഇതൊക്കെ പബ്ലിക്കിൽ വിളിച്ച് പറയാൻ? അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയുക, നിത്യജീവനെ കാക്ഷിക്കുന്നവരാണെങ്കിൽ കർത്താവ് സക്കായിയോട് പറഞ്ഞത് ഇന്നും നിൻ്റെ വീട്ടിൽ തങ്കം വരുമെന്നല്ല, തങ്കം വരുമെന്നും പറഞ്ഞിട്ട് തങ്കച്ചൻ വരുമെന്നും പറഞ്ഞിട്ട് തങ്കമ്മ വരുമെന്നും പറഞ്ഞില്ല, ഇന്ന് വീടിന് രക്ഷ വരും. അപ്പം അതുകൊണ്ട് നിത്യജീവനെ കാക്ഷിക്കുന്നവരെങ്കിൽ അന്നന്നത്തേക്കുള്ളത് തന്ന പോഷിപ്പിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടു കൂടി നിൽക്കുക. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും മീൻ കൂട്ടാൻ വേണ്ടി ആഗ്രഹം കൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഇച്ചിരി പാപിയൊക്കെ ആയതുകൊണ്ട് കർത്താവ് എനിക്ക് 1 കിലോ തന്നു. നല്ലൊരു ഭക്തൻ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു. ആ ഭക്തനൊരു 100 കിലോ പച്ചമീൻ കൊണ്ട് കൊടുത്തു. അപ്പോൾ ജലവും പറഞ്ഞു, കണ്ടോടാ അവന് കണ്ടോ 100 കിലോ കൊടുത്തു, ദൈവം എന്നോട് അനുഗ്രഹിച്ചു. അവൻ പാവിയാകൊണ്ട് അവന് 1 കിലോയെ കിട്ടുള്ളൂ. രണ്ടുപേരും വീട്ടിൽ വന്നു. പിറ്റേ ദിവസമായപ്പോൾ എൻ്റെ വീട്ടിൽ മീനില്ല. ഞാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചു, കർത്താവേ എനിക്ക് മീൻ വേണം. പാവിയായ എനിക്ക് 1 കിലോ തന്നു. അവന് 100 കിലോ ഇരിക്കുകയാണേ, അവനെൻ്റെ ആവശ്യമില്ല. അവനെടുത്ത് കറി വെച്ചു. 1 ദിവസം പഴക്കമുള്ള മീൻ എനിക്ക് കിട്ടിയത് ഫ്രഷ്. 3-ാമത്തെ ദിവസം ഞങ്ങൾ എനിക്ക് മീൻ വേണം. ഞാൻ കർത്താവിൻ്റെ പറഞ്ഞ് എനിക്ക് മീൻ വേണം. കർത്താവ് 1 കിലോ തന്നു. മറ്റേ കക്ഷി വന്നില്ല, വീട്ടിൽ ഇരിക്കുക മീൻ 2 ദിവസം പഴക്കമുള്ളത്. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ചെന്ന് ചോദിച്ചു, കർത്താവേ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ 2 പേര് വന്നായിരുന്നില്ല, അവൻ വരാറുണ്ടോ? അവൻ വരാറില്ല. അവൻ അങ്ങോട്ട് വല്ലതും ചോദിക്കാറുണ്ടോ? അവൻ ചോദിക്കാറില്ല. കാരണം അവന് ഞാൻ 100 കിലോ കൊടുത്തു വിട്ടായിരുന്നു. നിനക്ക് ഞാൻ 1 കിലോയിൽ തന്നുള്ളൂ, അതുകൊണ്ട് നീ എന്നും വരുന്നുണ്ട്. 10-ാമത്തെ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഈ ആശാൻ 10 ദിവസം പഴക്കമുള്ള പുഴുത്ത മീൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ പോയിരുന്നു ഫ്രഷ് മീൻ തിന്നു. ഇനി അങ്ങോട്ട് പോട്ടെ. ഒരു 30 ദിവസം കഴിഞ്ഞു. 30 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ എനിക്ക് ഇച്ചിരി മീൻ കൂട്ടണം. കർത്താവ് എനിക്ക് 1 കിലോ മീൻ തന്നു. മറ്റേ കക്ഷി വരവില്ല, കാരണം 100 കിലോയല്ലേ കിട്ടിയത്. ഇവൻ ഈ 1 മാസം പഴക്കമുള്ള പൊളിച്ച പുഴുത്ത ചീഞ്ഞ മീൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അന്നന്നത്തേക്കുള്ള ആഹാരം കൊടുക്കുന്ന കർത്താവ്, അധികം അനുഗ്രഹമൊന്നും പ്രതീക്ഷിക്കാതെ വന്നവൻ ഫ്രഷ് മീൻ തിന്നുമ്പോൾ ബാക്കി മനസ്സിലായല്ലോ. ഇനി അതിനകത്ത് ഒന്നും കൂടെ പറയാം. ഈ ദുരാഗ്രഹി എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധിയാണെന്ന് വചനം പറയുന്നു. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ റെഫറൻസ് സഹിതം ക്ലാസ് ഇട്ടിട്ടുണ്ട്. വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹിയെന്നും വിഗ്രഹാരാധികയായ ദുരാഗ്രഹിയെന്നും വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദ്രവ്യാഗ്രഹിയും ദുരാഗ്രഹിയും ആരാ? അവർ വിഗ്രഹാരാധിയാണെന്ന് വചനം പറയുന്നത്. അപ്പോൾ ഈ സഭയ്ക്കകത്ത് വന്നിച്ച് ദശാംശം എന്തി ഇങ്ങോട്ട് തരാത്തെ, ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ഭക്തന്മാരുണ്ടല്ലോ. പച്ച മലയാളത്തിൽ പറയാം, നിങ്ങളൊക്കെ ദ്രവ്യാഗ്രഹിക്കുക, ദുരാഗ്രഹിക്കുക. നിങ്ങൾ വചനം പറയുന്ന പേരാണ് വിഗ്രഹാരാധി. അല്ല, ഈ വിഗ്രഹാരാധി വചനം വന്ന് ഈ കയറുന്ന പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനും ദൈവജനത്തെ അനുഗ്രഹിക്കാനും നിങ്ങളാരാ? സമനസ്സോടെ കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കപ്പെടും, അവരെ ദൈവം സ്നേഹിക്കുന്നു. അങ്ങനെ അവർക്കുള്ളതുപോലെ അവർ കൊണ്ടുതരുന്നത് അതും ദശാംശം മേടിക്കാറുന്ന പുതിയ നിയമത്തിന് ഉപദേശമില്ല കേട്ടോ. പാഷന്മാരെന്നെ പള്ളു പറയരുതേ. അത് ഞാൻ സ്നേഹമുള്ളത് കൊണ്ട് നിങ്ങളൊക്കെ നിത്യതയിൽ കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയുന്നത്. കാരണം ഇങ്ങനെ പിഴിഞ്ഞൊക്കെ മേടിച്ചിട്ട് കർത്താവ് പറയും അവൻ ദുരാഗ്രഹിക്കല്ലടാ, അതാ അവൻ വിഗ്രഹാരാധിയാണ്. അങ്ങനെ വിഗ്രഹാരാധിയും മദ്യപാനിയും കൊലപാതകയും ദൈവരാജ്യം പോകില്ല. അപ്പം ദൈവരാജ്യത്തിൽ പോകാത്തവരുടെ ലിസ്റ്റിൽ ആരുണ്ട്? വിഗ്രഹാരാധിയുണ്ട്. വിഗ്രഹാരാധിയുടെ ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്? ദ്രവ്യാഗ്രഹിയുണ്ട്. ദ്രവ്യാഗ്രഹിയുടെ ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്? ദശാംശം പിടിച്ച് മേടിക്കുന്നവരുണ്ട്. ഇത്രയൊന്നും ഞങ്ങൾ ഓർത്തില്ല അല്ലേ. വചനമൊക്കെ ഇങ്ങനെ കിടക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നെ ആരും പഠിക്കില്ല. ദൈവമാണ് താങ്കളെ വിളിച്ചതെങ്കിൽ അന്നന്നത്തേക്കുള്ളത് ദൈവം തരും.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് കേട്ടപ്പോൾ ഇന്നും നിങ്ങളുടെ വീട്ടിൽ തങ്കം വരാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഉള്ളിൽ കത്തിക്കേറി, വേറിട്ട ചിന്തകളിങ്ങനെ കത്തിക്കേറി. എന്നിട്ട് ഇനി വേറെ രസം കേട്ടോ, എനിക്ക് തോന്നുന്നു ജൂനിയർ വിദ്വാൻകുട്ടിയാണോ എന്നൊരു സംശയം. പണ്ട് വിദ്വാൻകുട്ടി എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പുതിയ പുതിയ ഇടങ്ങളിൽ പോയി യോഗം വയ്ക്കും. എന്നിട്ട് താനുള്ള വചനമൊക്കെ എടുത്ത് കുറേ പാപങ്ങളുടെ ലിസ്റ്റ് വെളിപ്പെടുത്തിയിട്ട് ഈ സ്വർണം ധരിക്കുന്ന എല്ലാം പാപമാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഊരിക്കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുവിൻ, എല്ലാവരും കൊണ്ടുവച്ചു. എന്നിട്ട് പറയും, നിങ്ങളിൽ പാപമില്ലാത്ത ഒരാൾ ഇത് എടുത്തുകൊണ്ട് പൊക്കാളാൻ പറയും. ആ ആൾ ആരാന്നറിയാവോ? പുള്ളിയുടെ കൂടെ വന്ന പുള്ളിയുടെ അമ്മ, വേറെ ആരുമല്ല. ഞാൻ പറഞ്ഞു കേട്ടതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കേട്ടുള്ള അറിവേ എനിക്കുള്ളൂ, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ സ്ഥാപിച്ച് പറയുന്നില്ല. അപ്പോൾ വിദ്വാൻകുട്ടിയുടെ അമ്മ ഇതെടുത്തുകൊണ്ട് പോകും. അതതിലെ ചുറ്റിക്കറങ്ങി ആരുടെ കയ്യിൽ വരും? വിദ്വാൻകുട്ടിയുടെ കയ്യിൽ വരും. അതുപോലെ പറയുന്ന ഈ ദൂത് വേണ്ടാത്തവർ ഇതെല്ലാം ഊരി ഇങ്ങോട്ട് തന്നെ. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകൾക്കകത്ത് തങ്കം വരട്ടെ. Amen, amen, hallelujah. The gold is coming into your house. ഇത് വേണ്ടാത്തവർ ഇപ്പോൾ ഉള്ളത് ഇങ്ങൂരി തന്നെ. ഞാൻ ആ സദസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പറയും, സഹോദര, ഞാൻ ആ ദൂത് ഏറ്റെടുത്തു. നാളെ എൻ്റെ വീട്ടിൽ തങ്കം വന്നിരിക്കുന്നതിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ അതിൻ്റെ പരിഹാരം കണ്ടിട്ട് പോരും. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ സഹോദരന് ധൈര്യമുണ്ടോ? കർത്താവിൽ ആഴമായ വിശ്വാസമുള്ള സഹോദരനോട് ചോദിച്ചേ, ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? അതിനകത്ത് ആദ്യം പറഞ്ഞ ഒരു പോയിൻ്റ് എനിക്ക് മനസ്സിലായി. ഈ ദൂത് വേണ്ടാത്തവർ അത് ഊരി കൊണ്ട് തന്നേരെ. ഇത് ഇത്രേ കാര്യമുള്ളൂ, അത് ഊരി ഇങ്ങോട്ട് തന്നേരെ. ഈ തന്നേരെ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ കത്തിച്ചലിക്കുന്ന മോഹത്തിനാണ് ദുർമോഹം എന്ന് പറയുന്നത്. ആ ദുർമോഹത്തെ ബൈബിൾ വിശേഷിപ്പിക്കുന്ന വേറൊരു പേരാണ് ദ്രവ്യാഗ്രഹി എന്ന്. ആ ദ്രവ്യാഗ്രഹി ആരാണെന്ന് പറയുന്ന മറ്റൊരു പദമാണ് വിഗ്രഹാരാധി എന്നും. ആ വിഗ്രഹാരാധി ആരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് വചനം പറയുന്നു എന്ന് ചോദിച്ചാൽ മദ്യപാനികളുടെയും കൊലപാതകളുടെയും ലിസ്റ്റിൽ വന്നു. ആ ലിസ്റ്റിൽ വരാൻ പോകുന്നവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. എവിടെ വന്ന് നിന്നു വചനം പഠിച്ചപ്പോൾ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളിത് നിർത്തണമെന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ നിർത്തി കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹവുമില്ല. അതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടവുമില്ല. പക്ഷേ ഉള്ളതുപോലെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കുക എന്നുള്ളൊരു ധാർമ്മിക ദൗത്യം എന്നിലുണ്ട്. ഞാൻ അത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് യാതൊരു വിരോധവുമില്ല. സ്വർണം വരികയോ വരാതിരിക്കുകയോ മേടിക്കുകയോ മേടിക്കാതിരിക്കുകയോ 1.5 കോടി വരികയോ 1.25 കോടി വരികയോ അത് ലോണായിട്ട് വരികയോ സൗജന്യമായിട്ട് വരികയോ എന്ത് വേണേലും ആയിക്കോട്ടെ. ഈ അബ്രഹാമിൻ്റെ വീട്ടിൽ 3 പുരുഷന്മാർ വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഇച്ചിരി ശാപ്പാടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് തിന്ന് ഭക്ഷിച്ചു ഒരു ഏമ്പൊക്കെ കോലിച്ചു വിട്ടപ്പോൾ അബ്രഹാം ചോദിച്ചു, ഇതിനല്ലേ നിങ്ങൾ വന്നത്? സത്യത്തിലാച്ചു അബ്രഹാം അവരുടെ തൊലി കൊണ്ട് ഉരിഞ്ഞു കളയുക ചെയ്ത്, നിങ്ങളിതിനല്ലേ വന്നത് എന്നതുപോലെ ഞാനും ചോദിക്കുക, നിങ്ങൾ ഇറങ്ങി തിരിച്ച് ഇതിനു വേണ്ടിയല്ലേ? അതൊക്കെ നടക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഒരു മറുഭാഗമുണ്ട് എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചപ്പോൾ അതൊന്ന് വെളിപ്പെടുത്തി തരേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ ചെയ്തെന്ന് മാത്രം. ആരോടും വിരോധമില്ല, ആരുടെ പിണക്കമില്ല. നിത്യജീവനെ കാക്ഷിക്കുന്നവർക്ക്, സ്വർഗീയ അനുഗ്രഹത്തെ കാക്ഷിക്കുന്നവർക്ക് ഇത് ഏറ്റെടുക്കാം. അല്ലാത്തവർക്ക് എന്നെ പള്ളു പറയുകയോ എന്ത് വേണേലുമാകാം. ഓക്കെ, എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കട്ടെ. ദൈവം നമ്മളെ ഏവരെയും സ്വർഗീയ സമാധാനം കൊണ്ടും ദൈവകൃപ കൊണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ.